നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആലുവ ബിസിനസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മക്കാർ പിള്ള മക്കൾ അമീദ് പിള്ള, അബ്ദുൽ ഖാദർ, അങ്ങനെ മമ്മുള്ള അങ്ങനെ 3-4 കുടുംബങ്ങളുണ്ട്. നല്ല ബിസിനസ്സാണ്. ഇന്നും ആ ബിസിനസ് ഉണ്ട്. ABC ആലുവ ബിസിനസ് കോർപ്പറേഷൻ. അവിടെ മക്കാറുള്ള സാഹിബ് എന്ന് അറിയപ്പെടുന്ന ഒരു സമ്പന്നനാണ് മധ്യ തിരുവിതാംകൂറിൽ മുസ്ലിം സമുദായത്തിൽ. പക്ഷെ അത് എടപ്പള്ളിയിൽ ഒരു മുസ്ലിം സമുദായമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കല്യാണം ആലോചിച്ച് ഈ മക്കാറുള്ള ഫാമിലി ചെന്നു. അപ്പോൾ അത് നമുക്ക് പറ്റൂല. കാരണം അദ്ദേഹം ഈ ഉപ്പ് കൊട്ടയിൽ ചുമന്നുകൊണ്ട് വിൽക്കുന്ന പരിപാടിയാണ് നേരത്തെ. അപ്പോൾ പറ്റില്ല. അത് കഴിഞ്ഞ് അവർ മാറി സമ്പന്നത വന്നപ്പോൾ കല്യാണം ആലോചിക്കുമ്പോൾ മക്കാൾ ഫാമിലിയിൽ നിന്നോ അത്ര വികസിച്ചു പോയി സാമ്പത്തികമായിട്ട്. പറഞ്ഞു വരുന്നത് അവിടെ 2 സമുദായങ്ങളുണ്ട്. ക്രിസ്ത്യാനിയും ഈ ടൗണിൽ ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും. ഹിന്ദുക്കൾ അത്ര ടൗണിലില്ല. അപ്പോൾ ജാതീയതയല്ല, ബിസിനസ് പരമായിട്ടുള്ള ശത്രുതയാണല്ല. ക്രിസ്ത്യൻ മുസ്ലിം ശത്രുത ആലുവയിലില്ല. അവിടെ ജാതീയതയല്ല, ബിസിനസ് സംബന്ധമായിട്ട് രണ്ടും ഈ മലഞ്ചരക്ക് എക്സ്പോർട്ട് ബിസിനസ്സുകളാണ്. അപ്പോൾ അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അത് ഒതുക്കാൻ വേണ്ടി 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ പക്ഷത്താണല്ലോ. അവരെ സഹായിക്കാൻ വേണ്ടി മക്കാരുടെ ഒരു ഊമക്കത്തിൽ വിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എത്ര പട്ടാളം വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, ഞങ്ങളുടെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചെന്ന് വൈസ്രോയ്ക്ക്. അത് കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് പത്രം പട്ടാളം കൊടുക്കാമെന്ന് കൊടുത്തില്ലെങ്കിൽ ആയുധ കുറ്റമൊക്കെ ആവില്ലേ, കൊടുക്കാൻ വേണ്ടി. പക്ഷേ ഈ ലെറ്റർ കിട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം അവസാനിച്ചു, ബ്രിട്ടൻ ജയിച്ചു. അപ്പോൾ അത് നന്ദി സൂചകമായിട്ട് അന്നത്തെ വൈസ്രോയി ഈ ഇദ്ദേഹത്തിന് ലെറ്റർ അയച്ചാൽ ഖാൻ ബഹദൂർ എന്ന് പറഞ്ഞ പോലെ ഖാൻ മക്കാറുള്ള സാഹിബ് എന്ന് ഖാൻ പട്ടം കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ ഇവർ മക്കാറുള്ളയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തെങ്കിലും അത് ഗുണമായി കലാശിച്ചു. അതാണ് ഒന്നിൻ്റെ പരിണാമം മറ്റൊന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഒക്കം ബോർഡിൽ 2 അമുസ്ലിങ്ങളെ വേണം, 3 വേണം ചോദിച്ച് സുപ്രീം കോടതി 2 കുറച്ച് എന്ന് പറഞ്ഞത് സംഘപരിവാർ നല്ല ഉദ്ദേശം വെച്ചല്ല, ദുഷ്ടലാക്കുക തന്നെ, യാതൊരു സംശയക്കാതിന്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ഗുണമായിട്ട് വരുന്നത് എന്തുകൊണ്ടറിയോ? ഈ എന്താണ് മടിയിൽ കനമില്ലാത്തവർ ഭയപ്പെടേണ്ടെന്ന് പണ്ട് പിണറായി പറഞ്ഞ പോലെ ഒക്കെ ബോർഡ് പ്രവർത്തനം സുതാര്യമാണെങ്കിൽ 2, 3, 10 ഹിന്ദുക്കൾ വെച്ചാലും ക്രിസ്ത്യാനി വെച്ചാൽ എന്താ കുഴപ്പം? അവിടെ മുസ്ലിം സമുദായം വാസ്തവത്തിൽ 2 ഇതുണ്ട്, അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതായത് വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തിന് അടിമപ്പെടണം. അതുപോലെ തിരിച്ചറിവുള്ള മുസ്ലിങ്ങൾ എന്താ അറിയും, സമ്മതിക്കണം. എന്താണ് കുഴപ്പം? സുതാര്യമല്ലേ. ഒക്കെ ബോർഡ് പരിപാടി എന്ന് വെച്ചാൽ, വഖഫ് എന്ന് വെച്ചാൽ സമ്പന്നൻ അവൻ്റെ പരിധി കഴിഞ്ഞുള്ള സ്വത്ത് അല്ലെങ്കിൽ സ്ഥിരം ആവശ്യമില്ലാതെ കവിഞ്ഞ സ്വത്ത് ദൈവനാമത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അത് ദൈവമാണ് പ്രതിഫലം കൊടുക്കുന്നത്. അത് വേറെ ക്രമീകരിക്കാൻ പാടില്ല. നല്ല ഉദ്ദേശമാണത്. അത് ഇന്നിപ്പോൾ SNDPയുടെ ഒരു നേതാവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല ഉദ്ദേശമാണെന്ന് പറഞ്ഞുതരും. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വഖഫ് സ്വത്തിൽ അവിടെ സുതാര്യമായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കളങ്കും പാടില്ല. പിന്നെ ആര് വന്നാലും എന്താ? അങ്ങനെയെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൽ വാസ്തവം പറഞ്ഞാൽ ഒരു തൊപ്പിയിൽ ഒരു തോൽ കൂടി വരും. മറിച്ച് മുസ്ലിം സമുദായത്തിൽ ചില തീവ്രവാദികളോ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ ക്രിസ്ത്യൻ സഭയിലേക്ക് മുസ്ലിങ്ങളെ വിളിക്കുമോ, ഈ പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് വിളിക്കുമോ? അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല മനുഷ്യർക്ക്. ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദുക്കൾ വേറെ കടന്നു ചെല്ലാൻ പറ്റുമോ? കടന്നിട്ടുണ്ട് പിന്നെ കമ്മിറ്റി എടുക്കണമെങ്കിൽ ഇതല്ല സുതാര്യമാണ്. ആർക്ക് കടന്നു വരാം? ഒരു മുസ്ലിം ദേവാലയത്തിൽ മുസ്ലിം അകത്ത് വരും, ആർക്ക് കയറാം. കാല് കഴുകു മാത്രമേ ഉള്ളൂ, കാല് അഴുക്കുണ്ടാകരുത്. ഒരു നിയന്ത്രണമൊന്നുമില്ല. അത് നമസ്കാര സമയത്ത് അവർ മാറി നിൽക്കണം. അല്ലാത്ത ഒരു മുസ്ലിം പള്ളി കയറുന്ന വായിത്താവില്ല, ആരും തല്ലിക്കൊലയില്ല. പക്ഷെ കാല് കഴുകിക്കണം, അത് വൃത്തിയുടെ ഭാഗമാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സംഘപരിവാർ വന്ന ശേഷം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കൂടി മുസ്ലിങ്ങൾക്ക് പോകാൻ പറ്റില്ല. മറ്റുള്ള രാജ്യത്തേക്ക് അറിയില്ല, മുസ്ലിം സ്ട്രിക്റ്റാണത്. ആ ഹിന്ദുക്കൾക്ക് പ്രവേശിച്ചാൽ മതിൽ പുറത്ത് കയറ്റി വെച്ചത്, അല്ലാതെ അമ്പലത്തിനകത്തല്ല. നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായമേ, ഞാൻ നമ്മുടെ
ഒരു യുവ യുവ തുർക്കി ഉണ്ടല്ലോ, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആള്, അദ്ദേഹത്തിൻ്റെ ചാനൽ അദ്ദേഹം ഈ ഇവരെ സൂചിപ്പിച്ചു. ഞാൻ അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ ദീർഘചിന്തയുള്ളവർ, അറിവല്ല തിരിച്ചറിവുള്ളവർ രണ്ടുപേരും വയ്ക്കണം. എന്താ കുഴപ്പമെന്നാണ്? നമുക്ക് സുതാര്യമാണല്ലോ, ഞങ്ങൾ ചതിവില്ലല്ലോ. അതൊരു മാതൃകയാണെന്ന് മാത്രമല്ല, അത് വലിയൊരു അഭിമാനം കൂടിയാണ്. ചാരിത്ര ശുദ്ധിയിൽ വിശ്വാസമുള്ള ഒരു സ്ത്രീയെയും ഒരു പ്രാവശ്യം ഒരു പുരുഷൻ നോക്കില്ല. പക്ഷെ ഇന്ന് പെൺകുട്ടികളും സ്ത്രീകളും നടക്കുന്നത് പരമാവധി ആൾക്കാർ കാണാൻ വേണ്ടിയാണ്. അപ്പം പിന്നെ ഇതുണ്ടാവും. അതുപോലെയാണ് മുസ്ലിം സമുദായത്തിൽ മറ്റ് ദുരുദ്ദേശമൊന്നുമില്ല എങ്കിൽ രണ്ടുപേരെ വെച്ചോട്ടെ, എന്താ കുഴപ്പം? അത് നമ്മൾ എതിർക്കണ്ട, പക്ഷെ അനുകൂലിക്കാൻ വേണ്ട. പക്ഷെ എന്തോന്നല്ലോ. മറ്റൊന്ന്, ഈ ഒരു സന്യാസി, ഞാൻ മുസ്ലിം ലീഗിനോട് പറയാണ്, ഒരു സന്യാസി ആദ്യമായിട്ട് വയറ്റിപ്പെടുത്തത് മുസ്ലിങ്ങൾക്ക് RSനെതിരെ ഒന്നുകിൽ നിങ്ങൾ RSനെ എതിർക്കണം, അല്ലെങ്കിൽ ലീഗിനെ എതിർക്കണം. ഈ രണ്ടിനെതിരെ കേരളത്തിൽ വില പോകില്ല. ഞങ്ങളെ സംബന്ധിച്ച് രണ്ടിനും എതിരില്ല. RSന് അന്തമായിട്ട് എതിർപ്പില്ല, ലീഗിനോട് പ്രത്യേക അനുകൂലവുമില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇപ്പം പ്രയാസമുണ്ട്. ഓക്കെ. അപ്പോൾ സ്വാമി ആദ്യം അങ്ങനെ പറഞ്ഞ ആളാക്കി. ഇപ്പം രണ്ടാമത് ആളാകണമെങ്കിൽ ഇനിയിപ്പോൾ RSനെ വിമർശിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾ വിമർശിച്ച് പറയണം. അത് കുഞ്ഞാലിക്കുട്ടി പറയണം. ഇന്നിടൂ കേരളത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കുഞ്ഞാലിക്കുട്ടി വലിയ ഒരു നേതാവും ഒരു രാഷ്ട്രീയക്കാരും ഒരു പണക്കാരും ഇന്ന് കേരളത്തിലില്ലെന്നേ. യൂസഫലി പണം കൊണ്ടുണ്ടായിരിക്കും, പക്ഷെ രാഷ്ട്രീയക്കാരല്ലോ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് അത് കായ് വില ഉള്ള ചില കുട്ടികൾ കല്ലെറിയുള്ളൂ, ഇല്ലല്ലേ ഇത് കായ് കിട്ടുള്ളൂ. അതുപോലെ ശക്തമായി എതിർക്കാലേ അവർക്ക് ആളാകാൻ പറ്റും. അങ്ങനെ കണക്ഷൻ കൂടി പൈസ കിട്ടാൻ വേണ്ടിയാണ്. അത് വിട്ട് കളഞ്ഞാൽ ഡോണ്ട് കെയർ. നമ്മളത് ശ്രദ്ധിക്കരുത്. ബിൽഗേറ്റ് ആണ് അതുകൊണ്ട് പറഞ്ഞത്, 1 രൂപ തൊട്ട് താഴെ പോയി നമ്മൾ കുരിഞ്ഞെടുക്കരുത്. എടുക്കുന്ന സമയം നമുക്ക് 10 രൂപ ഉണ്ടാക്കാം. 1 രൂപ എടുക്കാൻ പോയി അത് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഡോണ്ട് കെയർ ആണ്. ചില ചാനലുകാർ അത് സ്വാമിയുടെ പേര് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി പേരൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കള്ളത്തരണ്ടോ, നിങ്ങൾ മിണ്ടണ്ട, അയാൾ എന്തേ ചെയ്ത് പൊയ്ക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇതിന് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഒരു ഫാദർ, ഇന്നും ഇനിയാണ്ട് പറഞ്ഞായിരിക്കും, ഞാൻ ഇന്നും കേട്ടത്, അതായത് കഴിഞ്ഞ ഈ ഡോക്ടർ തിരഞ്ഞെടുപ്പിൽ, ഡോക്ടർ സെലക്ഷനിൽ മുസ്ലിം സമുദായത്തിന് ഒട്ടനവധി കൂടുതൽ കിട്ടി, ക്രിസ്ത്യൻ സമുദായത്തിൽ അത്ര കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമുദായത്തുള്ള സ്നേഹം കൊണ്ടാണ് തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക്, നിങ്ങൾ മാത്രമാണ് മനഃശാസ്ത്രജ്ഞന്മാരെന്ന് വിചാരിക്കരുത്. മനഃശാസ്ത്രം അഥവാ സൈക്കോളജി അറിയുന്ന ആൾക്കാർ നിങ്ങൾ സഭയ്ക്ക് പുറത്തുകൊണ്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ മനസ്സിലാക്കണം. ആ അച്ഛൻ പറഞ്ഞത് എന്തായിരുന്നു, ഇങ്ങനെ ചില ന്യൂനപക്ഷങ്ങളെ അപേക്ഷിച്ച് ക്രിസ്ത്യൻ സമുദായത്തിന് വളരെ കുറവാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് മുസ്ലിം എന്ന് എടുത്തു പറഞ്ഞോടി അദ്ദേഹത്തെ ഉദ്ദേശം മനസ്സിലായി. എന്നറിയോ, അത് ക്രിസ്ത്യൻ നന്നാക്കാനല്ല, മുസ്ലിം വിരോധം പറഞ്ഞ് ക്രിസ്ത്യന് അകന്ന് നിൽക്കുന്ന ക്രിസ്ത്യൻ കുഞ്ഞാടുകളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മൾ അറിയുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പറയണം. അപ്പം അങ്ങനെ വേണ്ട. ഞാൻ അച്ഛനോട് വേറെ കണക്ക് പറയാം. ഇതിപ്പോൾ 2027, 26 24, 25 കണക്കെ പറഞ്ഞത്, 26 ആകുന്നുള്ളൂ. 24 ആളുകളുടെ ഡോക്ടേഴ്സിൽ 10% ക്രിസ്ത്യൻ സമുദായത്തിന് 3000 9% നായ സമുദായത്തിന് 3500 21% ഈഴവന് 1800 ആയിട്ടുണ്ട്. 33% മുസ്ലിങ്ങൾക്ക് കിട്ടി 1100, 1200 താഴെ ഉള്ളൂ, 1150. അപ്പോൾ ഉഴുന്നുവയുടെ തൊള്ള വലുതാകണ്ട, അത് ആർക്കും കാണുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇതിന് ഇത്രയും കുറവ് വെച്ചിട്ട് എന്ത് ആരും വേണ്ടാത്തത്. അപ്പം അതൊക്കെയാണ് എല്ലാവർക്കും അവനവൻ്റെ താല്പര്യമാണ്. അല്ല ഒരു ജാതി സ്നേഹമില്ല, ഒരു ദൈവ സ്നേഹമില്ല. വെറും ജീവിത മാർഗം, സമ്പാദ്യ മാർഗം, സ്വയം രക്ഷപ്പെടൽ മാർഗം മാത്രമാണ് ഈ മതങ്ങൾ. ആര് പറഞ്ഞാലും, ഏത് മതക്കാർ പറഞ്ഞാലും, ഏത് ജാതി പറഞ്ഞാലും അവനവൻ്റെ വയറ്റിപ്പഴ. അല്ലാത്തവർ സന്യാസിവര്യന്മാർ, മതപുരോഹിതന്മാർ, മൗലിമാർ, നിസ്വാർത്ഥ ആൾക്കാരുണ്ട്. അവരൊന്നും ശബ്ദം പുറത്ത് കേൾക്കില്ല. അവർ പ്രാർത്ഥിച്ചും ഉള്ള കഞ്ഞി കുടിച്ച് മിണ്ടാതെ നിശബ്ദമായിട്ട് അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ, ക്രിസ്തുവിനെ, ശ്രീരാമനെയൊക്കെ ഭജിച്ചും പൂജിച്ചും ഭജന നടത്തി മുന്നോട്ട് പോകണം. ആരും അറിയുന്നില്ല. ഇതൊക്കെ നാലും അറിയാൻ വേണ്ടി സമ്പാദിക്കാനുള്ള മാർഗം മാത്രമാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, ഒന്നുകൂടി ശ്രദ്ധിക്കണം അച്ഛാ. മറ്റൊന്ന്, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഇന്ന് കൂടി തീരുമാനം പുറത്ത് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.
മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞാൻ ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, അവർക്ക് ഒരു പരിധി കൂടി ചെയ്യാൻ പറ്റില്ല. അവരെല്ലാ കാലത്തും ഭരണത്തോടെ നിൽക്കല്ലാതെ ഭരണത്തിന് വിരുദ്ധമായിട്ട് വന്നിട്ടില്ല. അവർ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സാഹിബ് ഭരണവിരുദ്ധ വികാരം കാണിച്ച് കോൺഗ്രസ് വിരോധം കാണിച്ച് പുറത്തു പോയിട്ട് വീടെടുത്ത് സ്ഥലമുണ്ടോ? പണ്ട് ഇബ്രാഹിം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 100 ആളുകളുണ്ട് സ്റ്റേ സ്വീകരിക്കാൻ. അവസാനം പുള്ളി ലീഗിൽ നിന്ന് വിട്ട് ആൾ ഇന്ത്യ ലീഗ് ഉണ്ടെങ്കിലോ 10 ആളും ഉണ്ടായില്ല, നിരാശനായി മരിച്ചു പോയല്ലോ. അപ്പോൾ അതിൽ മുസ്ലിം ലീഗിന് നിലപാടാണ് ശരിയെന്ന് വെച്ചാൽ ഭരണം അവർ വിചാരിച്ചത് നാട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഭരണത്തിൻ്റെ കൂടെ നിന്ന് ആനുകൂല്യം പറ്റുന്ന ചെയ്യുക എന്നുള്ളതല്ലാതെ, അതായത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ വിപരീതം അല്ലെങ്കിൽ വിരോധം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് പാവപ്പെട്ടൊരു പാർട്ടിയല്ല. ഇത് RSS ഹിന്ദുത്വം പറഞ്ഞ് സമ്പന്നന്മാർക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വളരാൻ വേണ്ടി പിന്നോക്ക ഹിന്ദുക്കളെ കൈയെടുക്കാൻ വേണ്ടി തടവാണ്. അത് പാവപ്പെട്ട മുസ്ലിങ്ങൾ കയ്യിലെടുത്ത് അവർ കുറച്ച് നേട്ടം ഉണ്ടാക്കുന്ന ഒരു പരിവാണ് മുസ്ലിം ലീഗിൻ്റെ. അതൊരു ജനാധിപത്യ പാർട്ടിയോ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല. തങ്ങൾ കൽപ്പിക്കും, അതങ്ങ് ചെയ്യും. എവിടെയുള്ള ജനാധിപത്യ പാർട്ടി ലീഗിൽ? ശരി, എല്ലാം തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യം അല്ലെന്നേ. എല്ലാം പ്രസിഡന്റ് ഏൽപ്പിച്ചു പോകുന്ന ചില സാംസ്കാരിക സംഘടനയൊക്കെ, അതും ജനാധിപത്യമല്ല. ജനങ്ങൾ വോട്ടിനിട്ട് അല്ലെങ്കിൽ അത് കേട്ടെ, അങ്ങനെയൊന്നും ലീഗിനില്ല. അതൊന്നും അവർ കുറ്റാണ് ഞാൻ പറയുന്നില്ല, മൊയ്തീൻ ഷാ ഗ്രൂപ്പും പറയുന്നില്ല. കാരണം ആ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ന്യൂനപക്ഷ പാർട്ടിക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ മാത്രമാണ് എനിക്ക് വ്യത്യാസമുള്ളൂ പിണക്കുള്ളൂ. എന്താണ്? ജാതി പേരും മാറ്റി വേറൊരു രീതിയിൽ കണക്കൂട്ടാണ് ഈ കോലാഹലം, ഈ കേളിദോഷമൊക്കെ മാറും. ഇന്ന് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാം തന്നെ അക്ഷാഭ്യാസമില്ല, ഇഴ പറയില്ല. എന്താണ് 90,000 9,000 മന്ത്രി, അത് ശരിയാണത്. അത് പക്ഷേ ലീഗ് മന്ത്രി മാത്രമല്ല, ഈ CPM-ൻ്റെ ട്രിവാൻഡ്രത്ത് മന്ത്രി പറഞ്ഞല്ലേ 90,000 9,000 എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അന്ന് എതിര് പറഞ്ഞു. ഇപ്പം പിന്നെ പറഞ്ഞു, ഇപ്പം വന്ന ലീഗ് മന്ത്രി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് റിസൾട്ട് പറഞ്ഞപ്പോൾ 9,990 എന്നൊക്കെ പറഞ്ഞു. ശരിയാണത്. അതിൽ പിന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയപ്പോഴും കേരളത്തിൽ കോരളം എഴുതിയൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ശരിയായിട്ടോ എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ സംഘ് പരിവാറിനെ പോലെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ അത്താഴപ്പട്ടിണി കിടന്ന് വളർന്ന് വന്ന് പട്ടിണി കിടന്ന് എല്ലാം അഴിച്ച് കലക്കി വന്ന ഒരു എന്താണ് ഒരു വലിയ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ വലിയ ഫിലോസഫിസ്റ്റുകളൊന്നും അല്ലെന്നേ. സാധാരണ സമ്പന്നന്മാർ അവർ അല്പം കഞ്ഞി കുടിച്ച് ബിരിയാണി കഴിച്ച് പോകുന്നു, അത് പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു, അത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ആനുകൂല്യം പറ്റുന്നു. അവർക്ക് ഇപ്പോഴും മുസ്ലിം സമുദായം കിട്ടേണ്ട ആനുകൂല്യത്തിന് 3 മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി 2 ഭാഗം കിട്ടുന്നില്ല. ലീഗിനത് മതി, കാരണം ലീഗ് 3 കപ്പാസിറ്റി ഉള്ളൂ. ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ പറയുന്ന കാര്യമാണെങ്കിൽ സതീഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഭരണമില്ലാതെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകും. 2 ടീം ഒരു പരമാവധി പിടിച്ചെന്ന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും ഭരണത്തിൽ പങ്കാളിയാകുക എന്നുള്ളത് അവരുടെ ആത്യന്തിക ലക്ഷ്യമാണ്. തന്നെയല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ ലക്ഷ്യം അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ്, അല്ല വേറൊന്നുമില്ല. പക്ഷേ മൊയ്തീൻ ഷാ സംബന്ധിച്ച് ലക്ഷ്യം അധികാരമല്ല, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അധികാരം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? സാഹോദര്യം, സമത്വം, അന്തസ്സൊരു തലവർ ജീവിക്കാനുള്ള അവസരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നേടാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗം മാത്രമാണ് അധികാരം. അത് അധികാരം സമ്പത്തും പ്രശ്നം തീരുമില്ല. ഞാൻ പറഞ്ഞുതരാം. ജഗജ്ജീവൻ റാം ആരായിരുന്നു? ഇന്നത്തെ ഗാർഗിൽ എന്താണ് നമ്മുടെ ഗാർഗി ഒരു AICC പ്രസിഡന്റ്, അതിനേക്കാൾ സമ്പന്നമായിരുന്നു. സൂപ്പർ ടാക്സ് കൊടുക്കാനുള്ള ജഗജ്ജീവൻ റാം, രാജേഷ് ചൗധരി ഉപപ്രധാനമന്ത്രി കോൺഗ്രസിന് പറയ വിഭാഗത്തിൽപ്പെട്ടാണ്, ഒരു കുള്ളനാണ്. ഒരിക്കൽ വിദേശത്തിൽ ലണ്ടനിൽ പോയപ്പോഴേ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരാൾ പരാതിപ്പെട്ട് ഇത്രയും മോശപ്പെട്ട ആളെ, ശാരീരികമായിട്ട് അതല്ല, ഒരു കറുത്ത കുള്ളനാണല്ലോ, അത്ര സുന്ദരനൊന്നുമല്ല, കണ്ടിട്ടില്ല എന്നുള്ള ആത്മകഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം അദ്ദേഹം ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി വെച്ച് അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ട് കാറി കയറിയപ്പോഴേക്കും വിമാനത്തേക്ക് അറിയണ്ട, വിമാനത്തില്ലല്ലോ, ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു.
അപ്പോൾ ജഗജിന്ദ്രവന് പണമില്ലാത്തതുകൊണ്ടാണോ, പ്രതാപമില്ലാത്തതുകൊണ്ടോ? കോടാനുകൂടി, അതായത് ടാക്സ് സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ആൾ. ഇവിടെ കണ്ണൂർ സാധു ബീഡിയുണ്ട്, അവർക്ക് സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ടാക്സ് കൊടുക്കുന്ന സൂപ്പർ ടാക്സ് കൊടുക്കുന്ന പണക്കാരാണ്. അധികാരമാണെങ്കിലോ രാജ്യരക്ഷാ മന്ത്രിയാണ്, ഉപപ്രധാനമന്ത്രി, അധികാരല്ലേ. ഇത് രണ്ടും ഉണ്ടായിട്ടും അവിടെ അംഗീകാരം കിട്ടിയോടോ? മനസ്സിലാക്കുക അംഗീകാരം. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം മനസ്സിലായില്ല, ഞങ്ങൾ അതിനാണ്, ആ അംഗീകാരത്തിനാണ്, അല്ല അധികാരത്തിനോ പണത്തിനോ അല്ല. പക്ഷെ മുസ്ലിം ലീഗിനെ വെച്ചാൽ അവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ പോട്ടെ. പിന്നെ ഇപ്പോൾ ഈ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും PMC പരിപാടി, മറ്റേ പരിപാടി, മറിച്ച് പരിപാടി ഒക്കെ ഉണ്ട്. അതെല്ലാം ഒരു പക്ഷേ ഈ ചെറിയ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം അനുകൂലമല്ല. പക്ഷെ ദീർഘമായി ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം. അതൊക്കെയാണ് സംഗതി. ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറഞ്ഞാൽ, ഈ സംഘ് പരിവാറിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. പക്ഷെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കി എനിക്കറിയില്ല. സംഘ് പരിവാറിനെ സംബന്ധിച്ച് സവർണ വിഭാഗത്തിലെ എല്ലാ നേതാക്കളും സമ്പന്നന്മാരും, പിന്നോക്ക വിഭാഗത്തിൽ ചില നേതാക്കളും സമ്പന്നന്മാരും. RSSൻ്റെ ആശയവും അതൊരു വികാരമാണ്, അവർക്ക് വികാരമാണ്. BJPയെ കുറിച്ചല്ല പറഞ്ഞത്, BJP രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റൊരു സാംസ്കാരിക പാർട്ടി, അത് വികാരമാണ്. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസ് നിൽക്കുന്ന പല മുന്നോക്ക വിഭാഗങ്ങൾക്കും പിന്നോക്കിൽ അങ്ങോട്ടും പേർക്കും സംഘ് പരിവാറിനെ ഉള്ളുകൊണ്ടും സഹായിച്ച ചരിത്രമുണ്ട്. ഇന്ദിരാഗാന്ധിയെ സഹായിച്ചിട്ടുണ്ട്, നെഹ്റു പരിധിയെ സഹായിച്ചിട്ടുണ്ട്. നെഹ്റു സഹായിച്ചിട്ടുള്ള ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അങ്ങനെ ലോകത്തോടെ ഒറ്റ വാക്കോ, കാരണം ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. നെഹ്റുവിൻ്റെ അപ്പൻ്റെ ഫാദറിൻ്റെ പേര് മനഃശാസ്ത്രം പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത് അഹങ്കാരമല്ല. നെഹ്റുവിൻ്റെ RSS സ്നേഹിതർ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, എന്നോട് ദേഷ്യപ്പെടണം കേട്ടോ. നമ്മുടെ 48 ശ്രീരാമ വിഗ്രഹം ബാബരി മസ്ജിദ് കൊണ്ടുവച്ചില്ലേ, അന്ന് ആർക്കോ വേണ്ടി ഒരു ഒഴുക്കം കഴിയും. അന്ന് ആരാണ് ഇന്ത്യയിൽ? നെഹ്റു. രാജാതിരാജന് മന്നാടി വന്നാണ് വലിയ അധികാരമുള്ള ആള്. ഗാന്ധിക്കാർക്ക് ഗാന്ധിക്ക് പവറിനല്ലോ, ഒരു ആത്മീയ ബലം ഉണ്ടാവുള്ളൂ. ഇത് പവറിലുള്ള ആളാണ്. ആ സരിയു നദിയിലേക്ക് ഒഴുക്കണോ പറഞ്ഞാൽ ഒഴുക്കം നോക്കിയില്ല. സരിയു നദിയിലേക്ക് ഒഴുക്കാൻ പുള്ളി പറഞ്ഞിട്ട് പോയി, അതൊഴുക്കില്ല, അവിടെ കിടന്ന്. അപ്പോൾ ആത്മാസം ഉണ്ടായതെങ്കിൽ, സംഘ് പരിവാറിന് അനുഭാവം ഉണ്ടായില്ലെങ്കിൽ അത് ഒഴുക്കില്ലായിരുന്നോ? ഒഴുക്കില്ല. അതിനർത്ഥം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെഹ്റു പോലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സംഘനുഭാവിയാണെന്ന് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊന്നൊരു കാര്യമില്ല. ഇന്ദിരാഗാന്ധി ആയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഇതില്ലേ മരിച്ച ആള്, അവർ ഒരുപടി ആൾക്കാരുണ്ട്, കേരളത്തിൽ നേതാക്കളുണ്ട്. അപ്പോൾ അത് അവരെ കുറ്റം ഞാൻ പറയില്ല. കാരണം ഇവിടെ 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ അവർ ഒരുമിച്ച് മൂത്ത് വെച്ച് പോകാനുള്ളൂ. ഇന്ത്യയിലെ സവർണ വിഭാഗമുണ്ട്, മുന്നോക്ക ജാതി എന്നുണ്ട് 10%, 12% കൂടി. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊരു ബെൽറ്റ് എന്നാൽ പറഞ്ഞല്ലേ, സാൽവേഷൻ ആർമി. ക്രിസ്ത്യാനിക്ക് ഒരു സാൽവേഷൻ ആർമി ഉണ്ട്. ആലുവയിൽ പോകുന്നതൊക്കെ ചൂണിങ്ങമ്പലിൽ ഒരു ഓഫീസ്, പഴയ ഒരു ഓഫീസുണ്ട്, ഒരു 60 കൊല്ലമൊക്കെ ഞാൻ ഓഫീസ് കണ്ടിട്ടുണ്ട്. സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം മലയാളം. അതുപോലെ സവർണ വിഭാഗത്തിൻ്റെ രഹസ്യമായി രക്ഷാസൈന്യമാണ് സംഘ് പരിവാർ. അതവർക്ക് വേണം. അപ്പോൾ ഈ 90% ഒന്ന് എതിർത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദൈവത്തെ പൂജിച്ച് വരുന്ന വഴിയിൽ ഒരാൾ ചീത്താനെ പൂജിച്ചപ്പോഴേ എന്താണ് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എടോ ദൈവം കൈവിട്ടൊരു സ്ഥാനം വേണ്ടേ? അപ്പോൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് വരിക. അതായത് പണ്ട് നമ്പൂരി പറഞ്ഞ പോലെയാണ്, പുഴ വറ്റിയും പോയി അക്കരെ നിൽക്കുന്ന പട്ടി കെട്ടിയിട്ടൊക്കെയാണ്, പട്ടിയുടെ തൊടൽ അറ്റും പോയാൽ കടി കൊള്ളൂല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവർ എല്ലാം ഒരുമിച്ച് വരെയും ഇപ്പോഴത്തെ ശക്തിയിലേക്ക് പിന്നെ ആ ഒരു ആശ്രയമുണ്ടേ. അതുകൊണ്ടാണ് രഹസ്യമായിട്ട് മുന്നോക്ക സമുദായത്തിൽ പല നേതാക്കളും, കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ അതിൻ്റെയാണ്. BJP ആണല്ലോ. കമ്മ്യൂണിസ്റ്റ് മുന്നോക്ക നായർ വിഭാഗത്തിൽപ്പെട്ട എത്രയോ നേതാക്കൾ സംഘനുഭാവികളുണ്ട്, ഉള്ളുണ്ട്. അത് ഞാൻ ഒരു കുറ്റപ്പെടുത്തില്ല. അതുപോലെ കോൺഗ്രസ്സിൽ. ഇനി വേറൊരു കാര്യം പറയാം. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ മുതൽ മുകളിലോർ, വെറും സാധാ കോൺസ്റ്റബിൾ അല്ല, അവർക്ക് സാധാരണക്കാരല്ലേ, ഹെഡ് കോൺസ്റ്റബിൾ മുതൽ മുകളിലോരൊന്നും സോഷ്യലിസത്തെ ഇഷ്ടപ്പെടുന്നില്ല. അവർ സുഖസൗകര്യം കുറയും.
എല്ലാവർക്കും തുല്യമായി കഴിഞ്ഞാൽ പറ്റേ സുഖസൗകര്യം കുറയില്ലേ? അതുകൊണ്ട് മനഃശാസ്ത്ര കൂട്ടായ്മ പറയാണ്. ഹെഡ് കോൺസ്റ്റബിൾ മുകളിലെ പോലീസ് മനഃശാസ്ത്രം കൊണ്ട് പറയാണ് മൊയ്തീൻ ഷാ. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളേലും ബുദ്ധിരാഷ്ട്രത്തോട് മനഃശാസ്ത്രം ചോദിക്കാം. ഹെഡ് കോൺസ്റ്റബിൾ മുകളിലേക്കുള്ള പോലീസ് ഓഫീസൊന്നും സോഴ്സിനോട് താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് സോഴ്സ് നടപ്പാക്കുക? ഈ കാട്ടിക്കൂട്ടം. ഇന്ന് ഒരു സംഭവം പറഞ്ഞു, വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ടി മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചു, 1/3 വനിതാ സംവരണത്തിൽ കൊടുക്കുമോ? ടി മുഹമ്മദ് ബഷീറൊക്കെ ഒന്നാമത്തിൽ പറഞ്ഞ വ്യക്തതയില്ല, ഭാഷ ശൈലി, പുള്ളിയുടെ ശൈലിയാണ്. ഈ മലബാർ പല സംസ്ഥാനങ്ങളുണ്ട്, നിങ്ങൾ ഈ സംഘപരിവാർ പറയുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ പറയുമ്പോൾ വ്യക്തതയില്ല. അവർ ആ രീതിയിലാണ് ക്ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്നത്. അത് വ്യക്തിയുള്ള നേതാവുണ്ട്, നമ്മുടെ കെ ടി ജലീലും ഈ അഹമ്മദ് കബീറിനാണ് മുസ്ലിം സമുദായത്തിൽ അക്ഷര പിന്നെന്താണ് പ്രിന്റിങ് ഭാഷ സംസാരിക്കുന്നത്. ബാക്കി കുഞ്ഞാലിക്കുട്ടി സംസാരിക്കില്ല, താങ്കളൊന്നും സംസാരിക്കില്ല, അവർക്ക് ആ ക്ലോക്കൽ ലാംഗ്വേജാണ്. ഓക്കെ, അപ്പോൾ കൊടുക്കുകയും ചോദിച്ചു, ഉരുണ്ടി കളിച്ചോളൂ. ഞങ്ങൾ ഒരു ഉത്തരം പറഞ്ഞു, വളരെ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. എന്താണത്? ഈ വനിതകൾക്ക് 3-1, 4-1, 5-1, 10-1, കാരണം ഒരു അമ്പലത്തിൽ പിരിവിട്ടപ്പോഴേ എല്ലാവരും 2-1, 4-1, 5-1 തുടങ്ങി. അപ്പോൾ ഒരു പുതുപണക്കാരൻ വന്ന് അവർ കേട്ടു വരാണ്, 4-1 ഞാൻ 1000-1 തരാം. 1000-1 എന്ന് പറഞ്ഞത് 1000-നേക്കാളും വളരെ ചെറിയ സംഖ്യ. ഇയാൾ പുതിയ പണക്കാരൻ, അവരുടെ കണക്ക് മാത്രമല്ല. അതുപോലെ നിങ്ങൾ 3-1, 4-1 ആവട്ടെ, അതിന് നിയമം ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്? രാഷ്ട്രീയ പാർട്ടികൾ അവർ ദേശീയ കൗൺസിൽ കൂടുമ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. ഇവിടെ മരമണ്ടന്മാരെ, ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ കോമരങ്ങളെ പറയാതിരിക്കും വയ്യ. ഞങ്ങളിപ്പോൾ തെറ്റാണ്, നിങ്ങൾ എന്നെ തിരുത്തിക്കോ അല്ലെങ്കിൽ തല്ലിക്കൊന്നോ. പാർട്ടികൾ ദേശീയ കൗൺസിൽ കൂടുമ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയ പോരെ. എന്താണ് പ്രമേയം? വരുന്ന ഇലക്ഷൻ മുതൽ വനിതകൾക്ക് ഞങ്ങളുടെ പാർട്ടി 4-1, 3-1, 10-1 ഇത്രയായിട്ടാണ് നിങ്ങൾ തീരുമാനിക്കുക. സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച പോരെ. അതെന്താണോ നിയമം? അപ്പം അതിനർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു താത്തായും കാക്കായും മോളുണ്ടേ, കോഴി വെച്ച്, നല്ല കോഴിക്ക്, നാടൻ കോഴിയാണ്, ഇന്നലെ പരിപാടി. അത് വാപ്പാക്ക് കൊടുക്കാൻ പരിപാടിയില്ല. അപ്പം ഉമ്മ വിളിച്ചു, വാപ്പാക്ക് കൊടുത്തോക്ക് തിന്നോന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം വാപ്പ വലിയ ആളായിട്ട്, എനിക്ക് വേണ്ട മക്കൾ കഴിച്ചെന്ന് പറഞ്ഞു. ഏത് വാസൽ ഉമ്മാക്കും മോക്കും വാപ്പാക്ക് അത് കൊടുക്കാൻ പരിപാടിയില്ല. അപ്പോൾ വനിതകൾക്ക് കൊടുക്കാൻ ഒരു താല്പര്യം BJPക്കും ഇല്ല, കോൺഗ്രസും ഇല്ല, ഒരു രാഷ്ട്രീയ ആണുങ്ങൾക്കില്ല. കാരണം അവർ ചാൻസ് പോകും. അതാണ് സത്യം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാടോ ഈ മോഡിയോട് ഉൾപ്പെടുത്തി ചോദിക്കുകയാണ്, എന്തിനാടോ ഇതൊരു നിയമം, പാർലമെന്റ് നിയമം ഉണ്ടാക്കണം? രാഷ്ട്രീയ പാർട്ടി കൗൺസിൽ കൂടുമ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയ പോലെ ഏകണ്ഠമായിട്ട് പ്രമേയം പാസ്സാക്കാനുള്ള പാർട്ടികൾക്ക്. ആ പ്രമേയത്തിൽ എന്താ വിഷയം? എന്താണ്? വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നേൽപ്പിച്ചോന്നില്ല, എല്ലാ തെരഞ്ഞെടുപ്പിലാണ്, സൊസൈറ്റി ഉൾപ്പെടെ വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങളുടെ പാർട്ടി വനിതകൾക്ക് 4-1, 3-1, 5-1 അത് തീരുമാനിച്ചോ, ടിക്കറ്റ് സ്ഥാനാർത്ഥി കൊടുക്കുന്നതാണ് എന്നൊരു തീരുമാനം എടുത്ത് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പോരെ. സഹോദരങ്ങളെ, നിങ്ങൾ ആരെയിടവും മണ്ടനാക്കുന്നത്? ഈ പാവപ്പെട്ട ഒരു തുണിക്ക് മറുപടിയില്ലാത്ത ഇന്ത്യയിലെ കഷ്ടപ്പാട് കൊണ്ട് വളർന്ന സാധാരണക്കാരും. നിങ്ങൾ പറ്റിക്കണമെങ്കിൽ നിങ്ങളെക്കാൾ കഴിവുള്ള ആൾ പറ്റിക്കണം. ഈ പാവപ്പെട്ട് പറ്റിക്കില്ലേ? ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കാലം സമ്മതിക്കില്ലെന്നും. അറ്റ്ലീസ്റ്റ് പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റ് കണ്ടാൽ ശാരീരികമായിട്ട് മാറ്റണം, വാക്കുകൊണ്ട് മാറ്റണം, പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ എതിരണ പറയും. കാരണം നമുക്കൊരു തെറ്റ് കണ്ട് നമുക്ക് ചിലപ്പോൾ ശക്തിയില്ല, അപ്പോൾ നമ്മൾ വാക്ക് പറയലോ ചെയ്ത്, ഈ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അത് മനസ്സുകൊണ്ട് പിറക്കാമല്ലോ. അതുപോലെ ഞങ്ങൾക്ക് മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും ഇതുപോലെ പറയാമല്ലോ. ഞങ്ങൾ ചെറിയ സംഘടനയല്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട അത്തായപ്പണിക്കാരെ
കൊല ചെയ്ത് നിങ്ങൾ കള്ളന്മാർ കോടികൾ സമ്പാദിച്ച് ലോക ബാങ്കിലും മറിച്ചിലും ഉണ്ടാക്കിയിടല്ലേ. ഇപ്പം പിണറായി സഖാവിനെ കുറിച്ച് ഇത് രണ്ടുപേരും പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഏതാണ് പൊളിറ്റ് ബ്യൂറോ എന്നും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഒരു തെറ്റുമില്ല, ഒന്നും പറയുന്നില്ല. പ്രായാധിക്യം മാത്രം കണക്കിലെടുത്ത് പിണറായി സഖാവ് മാറി നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞത് അല്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പഴയത് പുലയും പറഞ്ഞില്ലേ ദേഷ്യപ്പെട്ടപ്പോഴേ കൊച്ചടിക്കലും മുതലാളിമാരെ ജിന്മാരെ പറഞ്ഞ കൊച്ചടിക്കൽ ഞാൻ ഉണക്കമരുന്ന് വിളിക്കൂട്ടോ എന്ന് പറഞ്ഞ പോലെയാണ്. അത് വിളിച്ചില്ല പോലെ നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും വിളിച്ചു പറയേണ്ടി വരും. മര്യാദക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ ബഹുമാനം തന്ന് ആദരിച്ച് നമ്മൾ മാറ്റുക. നിങ്ങൾ മാറി നിൽക്കുക. ഇളന്നല്ല പറയും. ഈ പഴയ ഗാർദോരെ രാജഗോപാലെ പോലെയല്ല ഗാർദോരെ ഏൽപ്പിക്കാമല്ലോ. അതെ, ഒരു 40 വയസ്സിൽ താഴെയുള്ള നിങ്ങൾ സെക്രട്ടേറിയറ്റ് 25 വയസ്സിലല്ലേ? നിങ്ങൾ MLA 26 വയസ്സിലല്ലേ? 27 വയസ്സിലല്ലേ പിണറായി? പിന്നെ നിങ്ങൾ മാത്രം അധികാരത്തിൽ കയറുമ്പോൾ നിങ്ങൾ 90 വയസ്സിലും മാറില്ല എന്ന് പറഞ്ഞു. എന്ത് ന്യായടോ? തന്തയിലേമല്ലേ പറഞ്ഞത്? ആരെങ്കിലും വരട്ടത് മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെയോ? അത് വേണ്ട. അതുകൊണ്ട് മര്യാദക്ക് സന്തോഷമായിട്ട് പ്രായത്തെ മാനിച്ച് ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സംവിധാനത്തിൽ മാറി നിൽക്ക്. അത് നിങ്ങൾ എന്ത് വേണം ചെയ്യും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.